അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതായത് നമ്മൾ ദാണ്ട ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മനോഹരമായ ബഡ്ജറ്റായിട്ടും ലക്ഷറി ആയിട്ടും ഒക്കെ പണികഴിപ്പിച്ചിട്ടുള്ള ഏകദേശം 30ഓളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ല, ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് 3 കിലോമീറ്റർ മാറി മട്ടുപ്പാവ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറി റോസ് ഗാർഡൻസ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു മനോഹരമായ വില്ലയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കണ്ടംപററി ബോക്സ് ടൈപ്പ് വീടാണ് നമ്മൾ കണ്ട ഈ വീഡിയോ കാണുന്നത്. മനോഹരമായ ഒരു വീടാണ്. നമുക്ക് കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ഇപ്പം ഇവിടെ ഒരു 10-30 വീടുകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏകദേശം എല്ലാ വീടുകളും വിൽപ്പന നടന്ന് ആളുകൾ താമസമൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ള 2-3 വീടുകളിൽ ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാഴ്ചകളുമൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ മുൻവശത്ത് കാണുന്ന റോഡാണ്. ഈ റോഡ് 5 മീറ്റർ റോഡാണ് നൽകിയിട്ടുള്ളത്. ഈ റോഡ് നമുക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാലും തടസ്സവും കൂടാതെ പോകാനായിട്ടൊക്കെ പറ്റും. ഇതൊരു ഡെഡ് എൻഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഈ വീടിൻ്റെ പുറത്ത് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതായത് 3,800 സ്ഥലം വരുന്നത്. 3.8 സെൻറ്റ് ലാൻഡ്, 1,800 സ്ക്വയർ ഫീറ്റ് വീടാണ്. 4 അറ്റാച്ച് റൂം ഉൾപ്പെടെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വില നമുക്ക് അവസാനം വീടിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പം മുൻവശം നോക്കാം. മനോഹരമായ ഒരു കോമ്പൗണ്ട് വാളാണ്. ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് മനോഹരമായി വർക്ക് ചെയ്ത ഒരു മതിലാണ്. ഒപ്പം ഒരു മടക്ക് 4 മടക്കായിട്ട് വരുന്ന, അതായത് വണ്ടി യാതൊരു തടസ്സവും കൂടാതെ അത് കയറാനായിട്ടുള്ള സൗകര്യത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ഗേറ്റ്, CNC കട്ടിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള കാർ പാർക്കാണ്. കാർ പാർക്കിൽ നമുക്ക് കാണാം നാച്ചുറൽ സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കാർ ഷെഡിനകത്തുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കാണാം ഇൻറ്റീരിയറൊക്കെ ഉണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ്സൊക്കെ കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടാണ് കാർ ഷെഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വലിയ ഒരു വണ്ടി ഇടാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു ചെറിയ വാഹനം, ബൈക്കോ അങ്ങനെയുള്ളതൊക്കെ വാഹനങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. കൂടാതെ മനോഹരമായ ഒരു ഗാർഡനും ഈ വീടിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസാണിത്. വീടിൻ്റെ മുൻവശത്ത് ഈ കാണുന്ന ഗ്രീനറി വീടിൻ്റെ എൻട്രൻസിലും സിറ്റ് ഔട്ടിന് ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ കാർ ഷെഡിൻ്റെ സൈഡിലും മനോഹരമായ രീതിയിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ കണക്ഷൻ ലഭ്യമാണ്. വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. കിണറും ഉണ്ട്. അപ്പം അടുത്തത് നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലപ്പോത്ര സ്റ്റോണൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിന് നൽകിയിട്ടുള്ളത്. ഈ കാണുന്ന 3 പാളി ഫ്രഞ്ച് ജനൽ ഒരു തേക്കിൻ്റെ ഡോറാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ എൻട്രൻസിന് നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു തേക്കിൻ്റെ ഡോറാണ്. കാണുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അടിപൊളി ഒരു ഡോറ് തന്നെയാണ് ഈ എൻട്രൻസിന് നൽകിയിട്ടുള്ളത്. അപ്പം എൻട്രൻസിൽ നിന്ന് നമ്മൾ കിടിലം സ്പേഷ്യസ് ആയ ഒരു ഹാളിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആണ്. ഇതൊരു പാർട്ടീഷനാണ്. ബ്യൂട്ടിഫുള്ളായ രീതിയിൽ ലാമിനേഷൻ ബോർഡ് കൊണ്ട് ചെയ്ത ഒരു പാർട്ടീഷനാണ്. നമുക്കൊരു
ഷെൽഫായിട്ടും ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ടി വി യൂണിറ്റ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്, കണ്ടംപററി മോഡലാണ് നൽകിയിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഒരു ഷോ കേസ് ഉൾപ്പെടുത്തി സ്റ്റോറേജ് സ്പേസൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ടി വി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. വലിയൊരു ടി വി നമുക്കിവിടെ വയ്ക്കാം. 60, 70, 80 ഇഞ്ചിൻ്റെയൊക്കെ ടി വിയൊക്കെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. എടുത്ത് പറയേണ്ടത് വീടിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ജിപ്സത്തിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ലിവിങ് തന്നെയാണ് ഇതിന് നൽകിയത്. നമുക്ക് കോർണർ സോഫയൊക്കെ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യം ഈ ലിവിങ്ങിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ വലതുവശത്ത് സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ സമീപത്തായിട്ട് ഒരു പെബിൾ യാർഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം പെബിൾ ഒന്നും ക്രമീകരിച്ചിട്ടില്ല. സ്റ്റെയറിൻ്റെ അടിഭാഗത്തും നമുക്ക് ഇൻവെർട്ടറിൻ്റെ സൗകര്യമാണ് നൽകിയിട്ടുള്ളത്. ഇത് ഒരു പെബിൾ യാർഡാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത ഒരു മനോഹരമായ പെബിൾ യാർഡാണ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം ലിവിങ്ങിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ ഉടനെ നമുക്കൊരു ലോങ് ഷേപ്പ് ഹാളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഈ ലോങ് ഷേപ്പ് ഹാളിൽ നിന്ന് നമുക്കൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് ക്രമീകരിച്ച ഒരു ഡൈനിങ് ആണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ്. നമുക്കൊരു 10 ചെയറൊക്കെ ഉള്ള ടേബിൾ ഇവിടെ സുഖമായിട്ടിടാം. അടിപൊളി ഒരു ഡൈനിങ് ഹാളാണ്. കൂടാതെ ഇൻറ്റീരിയറൊക്കെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാം. കൂടാതെ ഒരു കോർണറിൽ ഇത് ഈ സ്പേസ് യാതൊരു നഷ്ടവും വരാത്ത രീതിയിൽ തന്നെ ക്രമീകരിച്ച ഒരു റൗണ്ട് ഷേപ്പ് ഗ്ലാസ്സൊക്കെ നൽകിയ അടിപൊളി ടേബിൾ ടോപ്പ് വാഷ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെടിയൊക്കെ വെച്ച് വളരെ ഒരു ഗ്രീൻ ആംബിയൻസ് ആണ് നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഉള്ളത്. ഇൻറ്റീരിയറിൻ്റെ പ്രാധാന്യം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഗോൾഡ് കളർ വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതാ ഈ കാണുന്നത് പോലെ വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരു നേരത്തെ പറഞ്ഞാൽ 10 ചെയറൊക്കെ ഇടാൻ കഴിയുന്ന ഒരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ ഇടാം. ഒരു ഓപ്പൺ കിച്ചനാണ് നൽകിയിട്ടുള്ളത്. ഈ കാണുന്ന പോലെ മനോഹരമായ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഓപ്പൺ കിച്ചൺ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത ഒരു കിച്ചനാണിത്. കാണുന്ന പോലെ തന്നെ WBC ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയറിനും എല്ലാം വളരെ നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു കിച്ചണിൽ കയറിയാലും ഒരു നല്ല ആംബിയൻസ് ആണ്. അത്യാവശ്യം പവർ പ്ലഗും എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്യാസിൻ്റെ സൗകര്യം, എയർ ഹോൾ ഉൾപ്പെടെ വെച്ച ഡോറാണ് നൽകിയിരിക്കുന്നത്. ഒരു വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ ടോപ്പാണ്. നമുക്കൊരു വൈറ്റ് കളർ ടോപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗ്രാനൈറ്റ് വൈറ്റ് കളർ ടോപ്പാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പവർ പ്ലഗിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ പ്രസ്റ്റീജിൻ്റെ ഒരു 60 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചിമ്മിനി ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ചിമ്മിനി തന്നെയാണ്. അപ്പോൾ നമ്മൾ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൻ്റെ പുറത്ത് ഉള്ള വിശേഷം നോക്കാം. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തറയിൽ മുഴുവൻ മനോഹരമായ ടൈലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ അലക്കലിനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കിണറും നല്ല രീതിയിൽ ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് കുറച്ച് സ്ഥലം നൽകിയിട്ടുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കൂടാതെ വീടിൻ്റെ ബാക്കിലും 2 മീറ്റർ സ്ഥലം വിട്ടിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ഫ്രീ ആയിട്ട് നടന്നു പോകാനൊക്കെ സ്ഥലം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നല്ല സ്ഥല സൗകര്യമൊക്കെ നൽകി നിർമ്മിച്ച 12x11 എന്ന സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണിത്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കബോർഡ് ഉണ്ട്. മനോഹരമായ ഇൻറ്റീരിയർ നൽകിയിട്ടുണ്ട്. വളരെ സൗകര്യമുള്ള ഒരു ബെഡ് സ്വിച്ചും AC പോയിൻറ്റും ഒക്കെ ഉൾപ്പെടുത്തി ഫാൻസി ലൈറ്റും ഒക്കെ നൽകി തന്നെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ആയാലും
മറ്റുള്ള എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കൂടാതെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ ബെഡ്റൂമിൽ നിന്ന് മാറി ഒരു കോർണറിലാണ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഡ്രസ്സിംഗ് ടേബിൾ തന്നെയാണ്. നമുക്കൊരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് റൂമിൻ്റെ ഒരു സൈഡിൽ ഒരു കോർണറിലാണ് നൽകിയിട്ടുള്ളത്. അറ്റാച്ചായിട്ട് ക്രമീകരിച്ച റൂം തന്നെയാണ്. ഹീറ്ററിൻ്റെ പോയിൻ്റ്, എക്സോസ്റ്റ് എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ നൽകിയ ഒരു മനോഹരമായ സ്പേഷ്യസ് ആയ കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു ബാത്റൂമും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാരിവെയറിൻ്റെ ബ്രാൻഡഡ് സാധനം തന്നെയാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സ്റ്റെയർ. വുഡും അയൺ ട്യൂബും ഒക്കെ നൽകി അടിപൊളിയായിട്ട് ഒരു കണ്ടംപററി ഡിസൈനിലാണ് ഈ ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വുഡൻ ഫിനിഷ് മുകളിൽ ഹാൻഡിൽ വരുന്ന ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഫർഗോള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെളിച്ചത്തിനായിട്ടാണ് ഫർഗോള നൽകിയിട്ടുള്ളത്. വലിയൊരു ഫർഗോളയാണ്, നല്ല വെളിച്ചം. അതുകൊണ്ട് നമുക്ക് പകൽ സമയത്ത് നല്ല വെളിച്ചം കിട്ടും. പിന്നെ സ്റ്റെയർ കയറുന്നതിൻ്റെ ആ സൈഡിൽ തന്നെ മനോഹരമായ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ് അത്. ചെറിയ ലൈറ്റ് ഗ്രീൻ പെയിൻ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലുള്ള നമ്മുടെ ഹാളിലോട്ടാണ് വരുന്നത്. ഇതൊരു നല്ല സൗകര്യമുള്ള ഒരു ഹാളാണ്. വളരെ ഒരു സ്പേഷ്യസ് ആയിട്ട് രീതിയിലുള്ള ക്രമീകരിച്ചിട്ടുള്ള ഒരു ഹാള് തന്നെയാണ്. ഇവിടെ നമുക്ക് ടി വി വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ലിവിങ് ഏരിയ ക്രമീകരിക്കാനായിട്ട് പറ്റും. കോർണർ സോഫയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ഒരു ലിവിങ് തന്നെയാണ്. ഇൻറ്റീരിയറിനൊക്കെ അടിപൊളിയാണ്. ഇത് ഇൻറ്റീരിയറൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത 3 ബെഡ്റൂമുകൾ ഇവിടെ വരുന്നുണ്ട്. 3 ബെഡ്റൂമുകൾ വിശേഷങ്ങൾ നോക്കാം. പിന്നെ നമുക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു അടിപൊളി ഓപ്പൺ ബാൽക്കണി ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് എന്ത് രസമെന്നറിയാം. ഇവിടെ നോക്കാം, ഒരു ഭംഗിയാണ്, പ്രത്യേക ഭംഗി. നല്ല കമ്പിയൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തൊരു ഓപ്പൺ ബാൽക്കണിയാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കിയാൽ ഈ നല്ലൊരു വ്യൂ ആണ്. കൂടാതെ നമ്മുടെ വില്ല മുഴുവൻ കാണാനായിട്ട് പറ്റും. മനോഹരമായ രീതിയിൽ ഉള്ള ഒരു ആംബിയൻസ് ആണ്. ഈവനിങ്ങിനൊക്കെ നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം. നല്ല രീതിയിൽ കാറ്റുമുണ്ട് ഇവിടെ. നല്ല കാറ്റാണ്, എപ്പോഴും ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് ഈ വീട് എൻ്റെ ഈ ബാൽക്കണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമുക്കിവിടെ 3 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. താഴെ കണ്ടതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം. താഴെയും മുകളിലും ഒക്കെ ഏകദേശം ഒരേ വലിപ്പമുള്ള റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല നമ്മളെ ലൈറ്റ് ഗ്രീനും വൈറ്റും കളറിൽ കോമ്പിനേഷനായിട്ട് നൽകിക്കൊണ്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു കബോർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ കബോർഡും ഒരു കോർണറിൽ തന്നെ താഴത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു ഡ്രസ്സിംഗ് റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കളറാണ് ഇതിന് നൽകിയിട്ടുണ്ട്. ഒരു മിറർ വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീടിൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഒരു കോർണർ മാറിയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തടസ്സമില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്താനായിട്ട് ആ സ്ഥലം ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സും മിക്സറും ഒക്കെ ഉൾപ്പെടുത്തിയ പാരിവെയറിൻ്റെ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ നൽകിയത് തന്നെ ഒരു വാഷ്റൂമാണ് ഈ റൂമിൽ വെച്ചേക്കുന്നത്. ഇവിടെയും ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ നൽകിയിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 3 ഫേസ് കണക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വോൾട്ടേജ് പ്രശ്നങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് വരില്ല. ഇൻവെർട്ടറിൻ്റെ പ്രൊവിഷനും താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ റൂം തന്നെയാണിത്. എല്ലാ റൂമും നമുക്ക് ഡയറക്റ്റ് ലിവിങ്ങിൽ നിന്ന് എൻ്റർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം. വാസ്തുപ്രകാരം താഴത്തെ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് കബോർഡ് കാണാം. നല്ല അടിപൊളി കബോർഡാണ് നൽകിയിരിക്കുന്നത്.
ഒരു മിററൊക്കെ നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഒരു റൂമായിട്ട് തന്നെയാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയായിട്ടാണ് ഇത് വരുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അറ്റാച്ച് തന്നെയാണ് ഈ റൂം. നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം പാരി വെയറിൻ്റെയും എല്ലാം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 വർഷം വരെ ഗ്യാരണ്ടി അഷുർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് പാരി വെയർ. നല്ല രീതിയിൽ ക്രമീകരിച്ച ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ റൂമിലോട്ട് പോകാം. മൂന്നാമത്തെ റൂം ഒരു ചെറിയ റൂമാണ്. ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞത് അറ്റാച്ച് ആയിട്ടുള്ള 4 മുറി എന്നാണ്. ക്ഷമിക്കണം. അപ്പോൾ അത് ഒരു റൂം നമുക്ക് അറ്റാച്ച് ആയിട്ടല്ല വരുന്നത്. വളരെ ചെറിയൊരു റൂമാണിത്. നമുക്ക് കട്ടിലിടാം, അതേസമയം തന്നെ സ്റ്റഡി റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ്. നമുക്ക് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഓപ്പൺ ബാൽക്കണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ഓപ്പൺ ബാൽക്കണിയാണ്. ഇത് നല്ല ആംബിയൻസ് ആണ്. നമ്മുടെ വില്ല മുഴുവനായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള രീതിയിലാണിത് വരുന്നത്. വളരെ മനോഹരമായ, അതായത് ഒരു നല്ല ഒരു ഈ വീട് നമുക്ക് വാങ്ങിക്കാനായിട്ട് നല്ലൊരു പ്രിഫറൻസ് ആയിരിക്കും എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു വീടാണിത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി വീടിൻ്റെ ഡീറ്റെയിൽസ് എന്തിനാണെന്നൊന്ന് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞു, മനോഹരമായ ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി വീടാണിത്. ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനും എല്ലാം വളരെ പ്രാധാന്യം നൽകിയ ഒരു വീട് തന്നെയാണ്. തിരുമല നിന്ന് 3 കിലോമീറ്റർ മാറി മട്ടുപ്പാവിൽ നിന്ന് 500 മീറ്റർ നമുക്ക് സഞ്ചരിച്ചാൽ ഈ വീട്ടിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. 1800 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്, അതിൽ 3 അറ്റാച്ചാണ്. ഒരെണ്ണം സ്റ്റഡി റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. വളരെ റീസണബിൾ ആയിട്ടൊരു പ്രൈസാണ്. നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക്, ഒരു ബഡ്ജറ്റ് വീടൊക്കെ നോക്കുന്നവർക്കൊരു നല്ല ഓപ്ഷനായിരിക്കും ഈ വീട്. അപ്പോൾ നമുക്ക് ഈ വില ചെറിയ സ്ലൈറ്റായിട്ട് നെഗോഷ്യബിൾ ആണ്. അപ്പം മറ്റുള്ള ആൾക്കാരെ പോലെയല്ല, നമുക്ക് ഈ വീട് നമ്മളൊരു 2-3 വർഷം വരെ നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയാണ് പറയുന്നത്. എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നമ്മുടെ കമ്പനി നേരിട്ട് തന്നെ ഇത് ചെയ്തു തരുന്നതാണ്. അപ്പം ആസ്കിംഗ് പ്രൈസ് 68 ലക്ഷം രൂപ വരുന്ന ഈ വീട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇതുപോലെയുള്ള വീടിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.